ഇന്ന് ഞാനൊരു 3 പരിചയമുള്ള ചെറുപ്പക്കാരായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയായിരുന്നു. 3 പേരും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു മനസ്സമാധാനം ഇല്ല. എന്താണെന്നറിയില്ല, ദേ ആർ നോട്ട് ഹാപ്പി. അപ്പോൾ ഞാൻ അവരുടെ അമ്മയല്ല, എനിക്ക് അവരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ദേ കുഡ് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കഥ ഐ തോട്ട് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഇടാം, അവർ കാണും, അതെനിക്ക് ഉറപ്പാണ്. ഇത് അവർക്കുള്ളതാണ്. ഫേമസ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് കഥയാണ്. അത് ഞാൻ വെറുതെ മലയാളത്തിൽ പറയണു എന്ന് വെച്ചാൽ എൻ്റെ പിള്ളേർ, ഈ 3 പിള്ളേർ മലയാളികളാണ്, അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു മോള് അച്ഛൻ്റെ അടുത്ത് വിഷമിച്ച് പോയി. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അച്ഛാ എന്താണെന്നറിയില്ല, എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ച മാതിരി ഒന്നും പോകുന്നില്ല, സർക്കംസ്റ്റാൻസസ് എല്ലാം എൻ്റെ എതിരാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണില്ല അച്ഛാ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അച്ഛനാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു കുക്കാണ്. അപ്പം അങ്ങേര് നോക്കിയപ്പോൾ അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയണില്ല. അങ്ങേര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോളെ അങ്ങേരെ അടുക്കളയിലോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്, 3 പാത്രത്തിൽ വെള്ളം വയ്ക്കുക തിളപ്പിക്കാൻ. എന്നിട്ട് ആദ്യത്തെ പാത്രത്തിൽ നീ എഗ്ഗ് എന്ന് വെച്ചാൽ മുട്ടയിട്. 2ാമത്തെ പാത്രത്തിൽ നീ ഒരു കഷ്ണം ക്യാരറ്റ് ഇട്. 3ാമത്തെ പാത്രത്തിൽ നീ ഇത്തിരി കാപ്പിപ്പൊടി ഇട്. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. മോള് പറഞ്ഞു, ആ ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ മാതിരി തന്നെ 3 പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ആദ്യത്തെ പാത്രത്തിൽ മുട്ടയിട്ടു, 2ാമത്തെ പാത്രത്തിൽ ഒരു ക്യാരറ്റ് ഇട്ടു, 3ാമത്തെ പാത്രത്തിൽ കാപ്പിപ്പൊടി ഇട്ടു. അച്ഛൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇല്ല അച്ഛാ, എന്താ അച്ഛൻ പറയാൻ പറഞ്ഞേ? അച്ഛൻ എൻ്റെ അടുത്ത് ഇതൊക്കെ തിളപ്പിക്കാൻ പറഞ്ഞു, ഞാനിത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ പറയും, മോളെ ഈ മുട്ടയില്ലേ, ഈ ചൂടുവെള്ളത്തിൽ ഇടുന്നേക്കാട്ടും മുമ്പ് എങ്ങനെയായിരുന്നു? പുറംതോട് ഭയങ്കര ഹാർഡും അകത്ത് ഇറ്റ് വാസ് വെരി ലിക്വിഡി അല്ലേ, വെള്ളം മാതിരിയായിരുന്നു. ഇപ്പം എന്തായി? വെള്ളത്തിലിട്ടപ്പോൾ അതങ്ങോട്ട് കല്ല് മാതിരി ഹാർഡായി അല്ലേ. ക്യാരറ്റ് ആണെങ്കിലോ അത് ഭയങ്കര ഹാർഡല്ലേ, അത് തിളച്ച വെള്ളത്തിലിട്ടപ്പോൾ എന്തായി? അതങ്ങോട്ട് സോഫ്റ്റായി അല്ലേ. കാപ്പിപ്പൊടിയാണെങ്കിലോ ആ വെള്ളത്തിന് തന്നെ ഒരു മണവും ഗുണവും ഒക്കെ കൊടുത്തു അല്ലേ. അതേമാതിരിയാണ് മോളെ നമ്മുടെ ജീവിതം. ഒന്നിലെ നിനക്ക് ഈ ബാഡ് സർക്കംസ്റ്റാൻസസിൽ നിനക്ക് ഈ മുട്ടേനെ മാതിരി ഭയങ്കര കടുത്ത ഒരു മനുഷ്യസ്ത്രീയായിട്ട് മാറാം, അല്ലെങ്കിൽ ഈ ക്യാരറ്റിനെ മാതിരി നിനക്ക് പുതുന്ന് ആവാം, ഒന്നില്ലാണ്ട് അലിഞ്ഞാവാം, അല്ലെങ്കിൽ നിനക്ക് ഈ കാപ്പിപ്പൊടീനെ മാതിരി എല്ലാത്തിനും ഒരു മണവും ഗുണവും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാവാം. നീ ചൂസ് ചെയ്യണം നീ എന്താവണമെന്ന്. എനിക്ക് എൻ്റെ ഈ 3 കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് ഇതേ ഉള്ളൂ, എല്ലാം ശരിയാവും. നെവർ ലൂസ് ഹോപ്പ്, നല്ലതേ വരും. ജസ്റ്റ് വർക്ക് ഹാർഡ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഹാർഡ് സർക്കംസ്റ്റാൻസസ് വന്നാലും കുഴപ്പമില്ല, ഇതും കടന്നു പോവും. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ്, ഇതും കടന്നു പോവും, ഇതും മാറിപ്പോവും എന്നുള്ളത് മറക്കരുത് ഒരിക്കലും. നല്ലത് വരും കേട്ടോ.